രാജു ഇല്ലേ കൂടെ? മോള് പേടിക്കണ്ട കേട്ടോ. ശരി ചെറിയമ്മ. ഇനി മാഡത്തിന് വിശക്കുന്നില്ലേ? പിന്നല്ലാതെ ഉണ്ട്. ആ എന്നാ വാ, ഫുഡ് കഴിക്കാം. ഫുഡ് ഇഷ്ടപ്പെട്ടോ ഡിയർ? പിന്നെ എനിക്കിഷ്ടപ്പെട്ടു. ഡിയറിനോ? പിന്നെ എനിക്ക് ചിക്കൻ ഷവായി ഇഷ്ടപ്പെട്ടെ. എന്താ മാഡം? അതല്ല പ്രണയം. ഇതിനൊരു പ്രായപരിധി ഇല്ലേ? പ്രണയത്തിന് പ്രായമില്ലെന്ന് ഞാനൊരു ഇംഗ്ലീഷ് നോവലിൽ വായിച്ചിട്ടുണ്ട്. ഓ വരണു കുട്ടികളെ, നിങ്ങൾക്ക് സ്പെഷ്യൽ ഡിന്നർ ഒരുക്കിയിട്ടുണ്ട്. വരൂ. വരൂ, ഇരിക്കൂ. പ്ലീസ് ഇരിക്കൂ. നിങ്ങൾക്ക് വേണ്ടി മാനേജർ സാറ് പ്രത്യേകം അറേഞ്ച് ചെയ്താ ഇതൊക്കെ. താങ്ക് യു. വലിയ വലിയ സ്വപ്നങ്ങളായിരുന്നു എനിക്ക് എന്റെ രണ്ടു മക്കളുടെ കല്യാണത്തെക്കുറിച്ച്. കല്യാണവും മഞ്ഞൾ കല്യാണവുമൊക്കെ ഉത്സവം പോലെ ആഘോഷിക്കണമെന്നായിരുന്നു എന്റെ മോഹം. സാറിനിട്ട് പിൻകാലിന് തൊഴിച്ചിട്ടാ പെൺമക്കള് രണ്ടും മുങ്ങിയത്. അതും രണ്ട് അന്യ സംസ്ഥാന തൊഴിലാളികളുടെ കൂടെ. പറഞ്ഞോടാ, നീയും പറഞ്ഞു. കൂട്ടത്തിൽ നിന്ന് നീയും എന്റെ ചങ്ങിലിട്ട് തൊഴിച്ചോ? മക്കള് മാത്രമല്ല, മരുമക്കളും ചതിച്ചു. അവന്മാര് രണ്ടുപേരും സാറിന്റെ തൊഴിലാളികളായിരുന്നു. ഒരുത്തൻ അർത്തൂർ വില്യംസ്, മറ്റൊരുത്തൻ അൻവർ റഹീം ഷാ. മക്കള് തേച്ചത് പോട്ടെ, ഒടുവിൽ സാറിന്റെ വൈഫ് സാറിനോട് ചോദിക്കുവാണ്, മക്കള് പോയതുപോലെ ഞാനും പൊയ്ക്കോട്ടെ ഏട്ടാന്ന്. അതിപ്പോ സങ്കടം സഹിക്കാൻ വയ്യാതായപ്പോ അവള് ചോദിച്ചു പോയതാവാം. സാരമില്ല. നിങ്ങളെ കണ്ടപ്പോ നിങ്ങളെ പോലത്തെ രണ്ടു കുട്ടികൾ എന്തുകൊണ്ട് എനിക്ക് ജനിച്ചില്ലാന്ന് തോന്നി. ആ ഒരു സങ്കടം നികത്താനാ ഞാൻ ഡിന്നർ അറേഞ്ച് ചെയ്തത്. നിങ്ങൾ സമാധാനത്തോടെ ഇരുന്ന് ഭക്ഷണം കഴിച്ചോളൂ. നിങ്ങളുടെ സ്വർഗത്തിലേക്ക് കട്ടിരുമ്പ് കടന്നു വരാൻ ഞാൻ അനുവദിക്കത്തില്ല. ദാറ്റ്സ് മൈ സ്ട്രിക്ട്ലി ഓർഡർ. വരൂ. കഴിക്കാം.